ശബരിമല മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രസാദ് ഇ ഡി നമ്പൂതിരി ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ എം ജി മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രസാദ് ഇ ഡി നമ്പൂതിരി തൃശൂർ സ്വദേശിയാണ്, ചാലക്കുടി സ്വദേശിയാണ്. മനു നമ്പൂതിരി മയ്യനാട് സ്വദേശിയാണ്. ഇരുവരുടെയും വലിയ രീതിയിലുള്ള ചില പ്രതികരണങ്ങളെല്ലാം പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷമാണ് എന്നാണ് ഇപ്പോൾ ഇരുവരും അറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതി മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സുതാര്യമായ രീതിയിൽ തന്നെയാണ് നറുക്കെടുപ്പ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തൃശൂർ ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ഇ ഡി നമ്പൂതിരി ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആവേശരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശാന്തിയാണ് നിലവിൽ അദ്ദേഹം. ചാലക്കുടി ഏറന്നൂർ മനയിൽ നിന്നുള്ള ശാന്തിയാണ്. അതോടൊപ്പം തന്നെ എം ജി മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൊല്ലം മയ്യനാട് സ്വദേശിയാണ് അദ്ദേഹം. അരുൺ കൊടുങ്ങൂർ തുടരുന്നുണ്ട് ശബരിമലയിൽ നിന്നും. അരുൺ, ഇപ്പോൾ രണ്ട് നറുക്കെടുപ്പും വളരെ സുതാര്യമായി തന്നെ നടന്നിരിക്കുന്നു. ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് നിലവിൽ അവിടെ, അല്ലേ? ശരി, മനു നമ്പൂതിരിയുടെ പ്രതികരണം വരുന്നുണ്ട്. ആ പ്രതികരണത്തിൽ രണ്ട് ലിസ്റ്റിൽ 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ വർഷം ഉണ്ടായിരുന്നു, 2 ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാനിവിടെ 26 വർഷമായിട്ട് വേറെ അമ്പലത്തിന് ശാന്തി കഴിച്ചിട്ടില്ല, ഇവിടെ തന്നെയായിരുന്നു. ഞാൻ 4ാം തവണ. 2 പ്രാവശ്യം മാളികപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു, 2 പ്രാവശ്യം 2 ലിസ്റ്റിലും ഉണ്ടായിരുന്നു. കൂട്ടിക്കട തന്നെ ഇവിടെ തന്നെ മുട്ടത്തുമടം. പിന്നെ തീർച്ചയായിട്ടും വളരെ നല്ല ആഗ്രഹമില്ലായിരുന്നു. തീർച്ചയായിട്ടും വലിയ സന്തോഷം. പറയാനുള്ള സന്തോഷം. ചിലപ്പോ പോകുന്നുണ്ടോ? പോന്നു. ഭരത് കൃഷ്ണ. പിന്നെ തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ആരെയും കണ്ടില്ല, നീ വിളിച്ച് തിരക്കണം ഇങ്ങനെയാണെന്നുള്ളത്. ഇല്ല, ഇന്നും ഇപ്പം അറിഞ്ഞതിലുള്ള എല്ലാം. ഇനിയിപ്പോൾ എല്ലാം ചെന്നിട്ടില്ല എന്ന് പ്ലാൻ ചെയ്യണം. ഇവിടെ സുഹൃത്ത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും നമ്മളിപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോഴത് അറിഞ്ഞത്. വളരെ എല്ലാ തവണയും പ്രതീക്ഷ. എല്ലാ 6 വർഷം കൊണ്ട് അപേക്ഷിക്കില്ലേ, അപ്പോൾ എല്ലാ വർഷവും പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും കിണറ്റിൽ കിട്ടണമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചത്. അതിന് വേണമെന്ന് പുഷ്പാഞ്ജലിയൊക്കെ രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കേട്ടു എന്ന് വേണം തീർച്ചയായിട്ടും കരുതാൻ. പിന്നെ തീർച്ചയായിട്ടും അത് നല്ലല്ലോ. നമ്മൾ പൂജാതി കർമ്മങ്ങൾക്കാണ് തിരഞ്ഞെടുത്തത്. അത് വളരെ ആത്മാർത്ഥമായിട്ടും വളരെ ഭംഗിയായിട്ടും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ കർത്തവ്യം. തീർച്ചയായിട്ടും കുടുംബങ്ങളെല്ലാം ഇല്ല, സമയമില്ല. എല്ലാവരും ഒക്കെ അറിഞ്ഞു വരുന്നതേ ഉണ്ടല്ലോ. മാധ്യമങ്ങളിൽ നിന്ന് എല്ലാവരും അറിഞ്ഞല്ലേ ഉള്ളൂ. അറിഞ്ഞില്ല, വിളിച്ചുകൊണ്ടേ ഇരിക്കുക എല്ലാവരും. പൂജാ പഠനം ആദ്യം മുത്തശ്ശനിൽ നിന്നാണ്. ആദ്യം പൂജയുടെ ബാലപാഠങ്ങളെല്ലാം പഠിച്ചത് മുത്തശ്ശനിൽ നിന്നാണ്. പിന്നെ തിരുവല്ലയിലുള്ള കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് ശിഷ്യത്തിലാണ് പിന്നെ ബാക്കി പൂജ പഠിച്ചത്. പിന്നെ 47 വയസ്സ്. പിന്നെ ഉറപ്പായിട്ടും പുറപ്പെടാൻ സന്ധ്യയായിരിക്കും. സന്തോഷം. ആയിക്കോട്ടെ. ശരി, എം മനോജ് ചേരുന്നുണ്ട് അവിടെ നിന്ന് തത്സമയം. മനോജ്, ഇപ്പോൾ മനു നമ്പൂതിരിയാണ് പ്രതികരിച്ചത്. വളരെ അധികം സന്തോഷമുണ്ട് ഈ ഒരു നിയോഗത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലം മയ്യനാട് സ്വദേശിയായ അദ്ദേഹം നിലവിൽ ഏത് ക്ഷേത്രത്തിലാണ് പൂജ ചെയ്തു വരുന്നത്?
ശരി, കൊല്ലം മയനാട് സ്വദേശിയായ മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം കൊല്ലം മയ്യനാട് സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ അധികം സന്തോഷമാണുള്ളത് ഈ ഒരു ഘട്ടത്തിൽ. കാരണം ഇതൊരു നിയോഗമാണ്. നിയോഗം വളരെ ഭംഗിയായി ഏറ്റെടുത്ത് നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏറെ സന്തോഷമാണ്. നിലവിൽ ഇപ്പോഴാണ് ഏറ്റവും കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഈ ഒരു വിഷയം അറിയുന്നത്, അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പ് തത്സമയം കണ്ടാണ് മനസ്സിലാക്കുന്നത്. ഏറെ സന്തോഷമെന്നാണ് അദ്ദേഹം പറയുന്നത്. എം മനോജ് തുടരുന്നുണ്ട് അവിടെ നിന്നും. മനോജ്, ഇപ്പോൾ അദ്ദേഹം ഏത് ക്ഷേത്രത്തിലാണ് നിലവിൽ പൂജ ചെയ്തു വരുന്നത്? നിലവിലിപ്പോൾ കൂട്ടിക്കട, അതായത് കൊല്ലം ജില്ലയിലെ തന്നെ കൂട്ടിക്കട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യം തന്നെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. കഴിഞ്ഞ തവണയൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു, അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ തവണ നറുക്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വീണതിൽ വലിയ സന്തോഷം തന്നെയാണ് നമ്മളോട് പങ്കുവച്ചത്. കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ പൂജാ പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ക്ഷേത്ര കാര്യങ്ങളുമായി ഇടപഴകി വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു സൗഭാഗ്യം, അതായത് ജന്മസുഹൃതമെന്ന് തന്നെ പറയാം, അത്രയൊരു സൗഭാഗ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ മുട്ടത്തുമടം ആയിരന്തങ്ങ് ആണ്, അതായത് കൂട്ടിക്കട സ്വദേശി തന്നെയാണ്, കൊല്ലം സ്വദേശി തന്നെയാണ്. അദ്ദേഹം ഏറെക്കാലമായി തന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി വരുന്നു. എന്തായാലും ഇവിടെ ഭക്തരൊക്കെ ഉണ്ട്, അതോടൊപ്പം തന്നെ അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. എന്തായാലും ഇങ്ങനൊരു സൗഭാഗ്യം ഇവിടെയുള്ള മേൽശാന്തിക്ക് ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ഞങ്ങളുടെ ഭരണസമിതിയും ഏകദേശം 26 വർഷമായിട്ട് നമ്മൾ പുള്ളിയുടെ ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പുള്ളിയുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ എല്ലാ സപ്പോർട്ടുകളും പുള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങളൊരു സ്ഥിരം ഒരു പ്രാർത്ഥനയാണ്. ആദ്യം ഫസ്റ്റിലെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥനയായിരുന്നു, പുള്ളിക്കാരന് കിട്ടണം. ഞങ്ങൾ സ്ഥിരമായിട്ട് മേൽശാന്തിക്ക് അവിടെ പിന്നെ മേൽശാന്തിയായിട്ട് തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എന്തായാലും മേൽശാന്തിയായിട്ടായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അത് മാളികപ്പുറം മേൽശാന്തിയായിട്ട് അത് ആയിരത്തിൻ്റെ തന്നെയും അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ക്ഷേത്ര ഭരണസമിതി, കുട്ടിക്കട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം സഫലീകരിച്ചു. ഭഗവാന്റെ അനുഗ്രഹം, കുട്ടിക്കട ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം. അദ്ദേഹത്തെ ഇനി യാത്ര അയക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വർഷക്കാലം ഞങ്ങൾക്ക് ഒരു വിഷമമുള്ള ഒരു വർഷക്കാലം അദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഏറെ സന്തോഷം. തീർച്ചയായും അത് തന്നെയാണ് ഓരോരുത്തരും, അതായത് ഭരണസമിതി അംഗങ്ങളാണ് നമ്മളോട് സംസാരിച്ചത്. അവരൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. അതായത് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നതാണ്, ഭരണസമിതി അംഗങ്ങളും ഭക്തരും എല്ലാവരും തന്നെ ആഗ്രഹിച്ചിരുന്നതാണ് അദ്ദേഹത്തിന് ഈ ഒരു സൗഭാഗ്യം ലഭിക്കണമെന്നത്. അതിപ്പോൾ ഈ നറുക്കെടുപ്പിലൂടെ തന്നെ അത് ലഭിച്ചിരിക്കുന്നു. ഇന്ന് കുട്ടിക്കടയെ സംബന്ധിച്ചിടത്തോളം, ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. എന്തായാലും ഏറെ ഭക്തജന തിരക്ക് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഈ ഒരു വിവരം കൂടെ ലഭിച്ചപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു പ്രസന്നത നമുക്ക് കാണാൻ സാധിച്ചു. നേരത്തെ വന്ന ഭക്തരൊക്കെ നമ്മളോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഈ ഒരു സൗഭാഗ്യം നേരത്തെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. എന്തായാലും ഈ കുട്ടിക്കട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. നമ്മളോടൊപ്പം അദ്ദേഹം അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ തന്നെ പൂജാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. രാവിലെ ഉഷപൂജ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഈ വിവരം അറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിന് സമീപം തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ മകന്റെ പേരെന്താണ്? ഭരത് കൃഷ്ണ. വലിയ സന്തോഷം തന്നെയാണ് ഈ ഒരു തന്നെ. ശബരിമല പോകണ്ടേ ഇനി? പോണം. പോകണല്ലേ? തീർച്ചയായും എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്, ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇനി ഇവിടെ എത്തിയിട്ടുള്ള ഭക്തരൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു വിവരം അറിഞ്ഞതിൽ വലിയ സന്തോഷം. ഞാനത് പോയിട്ട് വീട്ടിൽ വന്നതാ. ഏറെക്കാലമായിട്ട് അറിയാം. പിന്നെ ഇവിടെ ജനിച്ചോളം കുഞ്ഞല്ലേ, എനിക്ക് ചെറുതിലേ മുതലേ അറിയാം. ശാന്തി അങ്ങോട്ടാണ്, മാളികപ്പുറത്തേക്കാണ്, മാളികപ്പുറത്ത് അമ്മയുടെ മുന്നിലേക്കാണ് അല്ലേ? ആണ്. വലിയ സന്തോഷം. എത്ര വർഷമായി ഇവിടെ? 27 വർഷമായി. അച്ചാച്ചൻ്റെ കൂടെ ഇവിടെ വരുമായിരുന്നു, അപ്പൻ്റെ കൂടെ. അന്ന് മുതലേ ഞാൻ കാണാൻ തുടങ്ങി, ശരിയുള്ളപ്പോൾ മുതൽ.
സന്തോഷ നിമിഷങ്ങളിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ജനം ടിവിയോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. എന്തായാലും ഈ ഒരു സന്തോഷ നിമിഷം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, അപ്പോഴും ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതെ, തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം. വളരെ സന്തോഷം. 27 വർഷക്കാലമായി 26 വർഷമാണ് ഞാൻ കുട്ടിയുടെ ശാസ്ത്ര ക്ഷേത്രത്തിൽ തന്നെ ഇവിടെ തന്നെയാണ് ശാന്തി കഴിക്കുന്നത്. വേറെ ശാന്തി അമ്പലത്തിലൊന്നും ഞാൻ ശാന്തി കഴിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് ശാന്തി കഴിക്കുന്നത്. വളരെ കുടുംബാംഗങ്ങളൊക്കെ ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, ഭാര്യ, 3 കുഞ്ഞുങ്ങൾ. ഒരാളായി പയ്യൻ, പിന്നെ ഇവർക്ക് മൂത്ത 2 പെൺകുഞ്ഞുങ്ങളാണ്. ഒരാൾ +2 പഠിക്കുന്നു, ഭദ്രപ്രിയ എന്ന പേര്. ഒരാളുടെ പേര് പത്മപ്രിയ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യയുടെ പേര് ദേവിപ്രിയ, അമ്മ ശോഭനാന്തർജനം, അച്ഛൻ ഗോപാലകൃഷ്ണൻ നമ്പൂരി. കുഞ്ഞുനാൾ മുതലേ ശാസ്താവിൻ്റെ മുന്നിൽ തന്നെയാണ്. കുഞ്ഞുനാൾ മുതലേ ഇവിടെ തന്നെയാണ്, വളരെ കുഞ്ഞുനാൾ മുതലേ ഇവിടെ തന്നെയാണ്. എനിക്ക് മുമ്പേ അച്ഛനായിരുന്നു ഇവിടെ ശാന്തി കഴിച്ചുകൊണ്ടിരുന്നത്. അച്ഛന് ശേഷം ഞാനാണ് കയറിയത്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ, വളരെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ ഭക്തർക്കെല്ലാം വലിയ സന്തോഷമാണ്. വളരെ സന്തോഷം. വളരെ കുഞ്ഞുനാൾ മുതലേ കാണുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം, പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സന്തോഷം തീർച്ചയായിട്ടും കാണും. എന്തായാലും പ്രാർത്ഥനയോടുകൂടിയാണ് കാത്തിരുന്നത്. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. രാവിലെ തുറന്നു പോലുള്ള പ്രാർത്ഥനയാണത്. ഏറ്റവും വലിയ സന്തോഷമല്ലേ ഇത്? ആ ഒരു സ്ഥാനലബ്ധി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ സന്തോഷം, അപ്പോഴത്തെ മാനസികാവസ്ഥ ഭയങ്കര സന്തോഷം. വലിയ സന്തോഷമാണ്. പിന്നെ വളരെ ഞങ്ങളാണെങ്കിൽ കണ്ടോണ്ടിരുന്നത് പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. സത്യം പറയാൻ ഞാൻ തിരുമേനി എന്നൊരു വിളി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്കും ഏകദേശം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം. നമ്മളെ ഈ അമ്പലത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ വളരെ സന്തോഷം. തലമുറകളായിട്ടിരിക്കുന്ന ഒരു ഒരു അപ്പൂപ്പൻ, അച്ഛൻ, അത് കഴിഞ്ഞ് മകൻ ഇപ്പം 3 തലമുറയായിട്ട് ഈ ക്ഷേത്രത്തിലെ പിന്നെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ അദ്ദേഹത്തിനെ പറ്റി പറയാൻ ഒരു നല്ല കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യവുമില്ല. നല്ല കാര്യങ്ങളേ ഉള്ളൂ പറയാൻ. പൂജാതി കർമ്മങ്ങളിൽ അഗ്രഗണ്യനാണ്. മുന്നിലേക്കാണ് എനിക്കറിയാം. ഒരു വർഷത്തേക്ക് കൂട്ടിക്കട ശാസ്താവിനെ വണങ്ങി, ശബരിമല അയ്യനെ വണങ്ങി, എല്ലാം കൊണ്ട് സന്തോഷമാണ്. തീർച്ചയായും ആ ഒരു സന്തോഷം ഇപ്പോൾ ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് കാണാം. ഭക്തരും അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളൊക്കെയാണ്. കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷമല്ലേ? സന്തോഷം. പിന്നെ എത്ര നാളത്തെ കാത്തിരിപ്പാ. അത് നമ്മുടെ തിരുമേനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഒരുപാട് കുഞ്ഞുനാൾ മുതലേ കാണാൻ തുടങ്ങിയതായി എല്ലാവരും. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് 11 വർഷമായി. ഈ 11 വർഷം കൊണ്ടേ കാണുന്നതാണ്. നല്ലൊരു ശാന്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ചാണ് ഇവിടെ ഉള്ള എല്ലാ ഭക്തരും നമ്മളോട് പറഞ്ഞത്. എന്തായാലും ആ ഒരു സന്തോഷം അദ്ദേഹവും പങ്കുവച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. ആ ഒരു തന്നെയാണ്, വലിയ സന്തോഷമാണ് അദ്ദേഹം ജനം ടിവിയോടും പങ്കുവെക്കുന്നത്. മനോജ്, വളരെയേറെ സന്തോഷമുണ്ടെന്നും ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും വളരെയധികം സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത്.